2023 വാർഷികാഘോഷിക പരിപാടിക്ക് ആരവം 2023 എന്ന പേര് നിർദ്ദേശിച്ച് ശ്രീമതി മഞ്ജുവിനെ സമ്മാനം ഏറ്റുവാങ്ങുവാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സമന്വയയുടെ മുൻ രക്ഷാധികാരിയായിരുന്ന ശ്രീ അഭിലാഷ് സാറിനെ ശ്രീമതി മഞ്ജുവിന് സമ്മാനം കൊടുക്കുവാനായി ക്ഷണിക്കുന്നു. താങ്ക് യു അഭിലാഷ് സാർ. സമന്വയയുടെ 2024 വാർഷികാഘോഷ പരിപാടി ഇമ്പം 2024 എന്ന പേര് നിർദ്ദേശിച്ച ശ്രീമതി വിദ്യയെ സമ്മാനം ഏറ്റുവാങ്ങാനായി ക്ഷണിക്കുന്നു. സമ്മാനം നൽകുന്നതിനായി സമന്വയയുടെ രക്ഷാധികാരിയായ ശ്രീ രാജേഷ് സാറിനെ ക്ഷണിക്കുന്നു. സമന്വയയുടെ ആഭിമുഖ്യത്തിൽ സ്പോർട്സ് കമ്മിറ്റി രൂപീകരിക്കുകയും ജീവനക്കാർക്കും കുട്ടികൾക്കുമുള്ള ചെസ്, ക്യാരംസ് മത്സരങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. 2 വാക്ക് സംസാരിക്കാനായി സ്പോർട്സ് കമ്മിറ്റി കൺവീനറായ ശ്രീ റഫീഖ് സാറെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ പപ്പൻ സാർ, രക്ഷാധികാരി രാജേഷ് സാർ, അഭിലാഷ് സാർ, സേനൻ സാർ, പ്രേം സാർ, മറ്റ് വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, സുഹൃത്തുക്കളെ, നമ്മുടെ സമന്വയയുടെ 3ാം വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ സ്പോർട്സ് നടത്തുകയുണ്ടായി. വിവിധ മത്സരങ്ങൾ നടത്തുകയുണ്ടായി. അതിൽ വിജയിച്ചവർക്കുള്ള സമ്മാനം നൽകലാണ് ഇനി. അതിൽ ഓരോരുത്തരെ പേര് വിളിക്കുന്നതായിരിക്കും. അവർ സ്റ്റേജിലേക്ക് വന്ന് സമ്മാനങ്ങൾ വാങ്ങിക്കേണ്ടതാണ്. ആദ്യമായി നമ്മൾ കുട്ടികൾക്കായി ഒരു ചെസ് മത്സരം സംഘടിപ്പിച്ചിരുന്നു. അത് നമ്മൾ 2 കാറ്റഗറി ആയിട്ടാണ് നടത്തിയത്. ഒന്ന് 12 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ, 12 വയസ്സിൽ മുകളിലുള്ള കുട്ടികൾ, 2 കാറ്റഗറി നടത്തിയത്. അതിൽ 12 വയസ്സിൽ മുകളിലുള്ള കുട്ടികൾക്ക് അതിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയ സമന്വയ എസ്, 2ാം സമ്മാനം ഗ്രീഷ്മ ഷൈൻ മറിയ. സമ്മാനം നൽകാനായി അഭിലാഷ് സാർ. ഇത് രവീന്ദ്രൻ DSTയുടെ മകളാണ്. അടുത്ത ഗ്രീഷ്മ ഷൈൻ മറിയ ഷിനു വൈദാസിന്റെ മകളാണ്. അടുത്തത് 12 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ചെസ് മത്സരമാണ്. അതിൽ 1ാം സമ്മാനം ശ്രീനേഷ്, 2ാം സമ്മാനം കിഷൻ ദേവേസ്, 3 രാജേശ്വരിയുടെ രാജേശ്വരിയാണ്. അടുത്തത് കിഷൻ ദേവ്, സൺ ഓഫ് സുനിൽകുമാർ. സ്ഥാനം കരസ്ഥമാക്കിയില്ലെങ്കിലും നല്ല മത്സരം കാഴ്ചവെച്ച ഒരാൾക്ക് പ്രോത്സാഹന സമ്മാനമുണ്ട്. MS വിഹാൻ, മനോജിൻ്റെ മകനാണ്. ഇനി സീനിയർ
മുതിർന്നവരുടെ ചെസ് മത്സരം. അതിൽ ഒന്നാം സമ്മാനം നവനീത് കൃഷ്ണൻ. നവനീത് കൃഷ്ണൻ വന്നിട്ടില്ല. രണ്ടാം സമ്മാനം ശിവകുമാർ. സമ്മാനം റായ് സാർ. അടുത്ത് ക്യാരംസ് സിംഗിൾസ് ഡബിൾസ്. അതിൽ സിംഗിൾസിൽ ഒന്നാം സമ്മാനം ശിവകുമാർ. രണ്ടാം സമ്മാനം സനിൽ ടിയർ. ക്യാരംസ് ഡബിൾസ് ഒന്നാം സമ്മാനം സനിൽ ടിയർസ് അതുൽ ദാസ്. സമ്മാനം കൊടുക്കാനായി സേനൻ സാർ. രണ്ടാം സമ്മാനം ശിവകുമാർ പ്രകാശ്. ഇനി അടുത്തത് ഒഡീഷയിലെ ഭുവനേശ്വർ കലിംഗ സ്റ്റേഡിയത്തിൽ നടന്ന ഓൾ ഇന്ത്യ സിവിൽ സർവീസ് ഹോക്കി ടൂർണമെൻറ്റിൽ 2023-24 പങ്കെടുത്ത നമ്മുടെ നികുതി കുടുംബത്തിലെ ശ്രീമതി ഉഷ, ശ്രീമതി പ്രസന്ന എന്നിവരെ സമന്വയുടെ പേരിൽ ആദരിക്കുന്നതിനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സമന്വയ കൺവീനർ പപ്പൻ സാർ. അടുത്തത് സംസ്ഥാന ചരക്ക് സേവന നികുതി വകുപ്പ് സംസ്ഥാന തലത്തിൽ നടത്തിയ ചാറ്റ് ക്രിക്കറ്റ് ടൂർണമെന്റ് 24-ൽ ആലപ്പുഴ, തിരുവനന്തപുരം, വയനാട് ജില്ലകളെ പരാജയപ്പെടുത്തി സെമി ഫൈനലിൽ പ്രവേശിച്ച പാലക്കാട് ടീം അംഗങ്ങൾ സംസ്ഥാന തലത്തിൽ 3 കളികളുമായി മാൻ ഓഫ് ദി മാച്ച് ലഭിച്ച പ്രശാന്ത് എം. അതുപോലെ തന്നെ സംസ്ഥാന തലത്തിൽ മികച്ച ബൗളറായി തിരഞ്ഞെടുത്ത ആൽഫിൻ ജോൺസൺ. പ്രശാന്ത് എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല. പ്രശാന്തിന് വേണ്ടി ആൽഫിൻ. സമ്മാനം നൽകുന്നതിനായി പ്രമോദ്. ഇതോടുകൂടി പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ മത്സരങ്ങൾ മികച്ച രീതിയിൽ സംഘടിപ്പിക്കുന്നതിന് സഹകരിച്ച എല്ലാവർക്കും ഈ അവസരത്തിൽ ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു. അടുത്തത് നന്ദി പറയാനായി സമന്വയുടെ ജോയിൻറ്റ് കൺവീനർ ശ്രീ പ്രകാശിനെ ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും നമസ്കാരം. അവസാനത്തേതാണെങ്കിലും അനിവാര്യമായ ഒരു സംരംഭമാണ് നന്ദി പറയാൻ. കാരണം കഴിഞ്ഞ 3 വർഷമായി ഇതിനു മുന്നിൽ പ്രയത്നിച്ച ഒരുപാട് അംഗങ്ങൾ
അഹോരാത്രം പ്രയത്നിച്ചവരുണ്ട്. അപ്പോൾ അവരെ ഓർക്കുക എന്ന ഈ മഹത്തായ കർമ്മത്തിലേക്ക് ഞാൻ ആദ്യം കടക്കുന്നു. ആദ്യമായി അധ്യക്ഷൻ പദം അലങ്കരിച്ച ശ്രീ പത്മനാഭൻ സാർ, സമന്വയയുടെ കൺവീനർ കൂടിയാണ് അദ്ദേഹത്തിന് എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. അടുത്തതായി സ്വാഗതം ആശംസിച്ച ഗീത മേഡം, അവർ ഫിനാൻസ് കമ്മിറ്റി അംഗം കൂടെയാണ്. അവർ ഈ സമന്വയയുടെ പരിപാടിക്ക് വേണ്ടി ഫണ്ട് സ്വരൂപിച്ചത് ഒരുപാട് പ്രയത്നിച്ചും അഹോരാത്രം പണിയെടുത്തുമാണ് ഇത്രയ്ക്കും നല്ലൊരു രീതിയിൽ സംഘടിപ്പിക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് അവർക്ക് പ്രത്യേകം ഞാൻ നന്ദി പറയുന്നു. അടുത്തായി ഉദ്ഘാടനം ചെയ്ത നമ്മുടെ ബഹുമാനപ്പെട്ട JC ശ്രീ രാജേഷ് സാർ, അദ്ദേഹം സമന്വയയുടെ രക്ഷാധികാരി കൂടിയാണ്. 2 വർഷമായി സമന്വയം എങ്ങനെയും നടത്തിക്കൊണ്ട് പോകാൻ അദ്ദേഹം അഹോരാത്രം പ്രയത്നിച്ചിരുന്നു. അദ്ദേഹത്തിനും എൻ്റെ സ്വന്തം ഭാഷയിലും സംഘടനയുടെ ഭാഷയിലും നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്തായി നമ്മുടെ സമന്വയറിന് വേണ്ടി ആശംസകൾ അറിയിച്ച നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർക്കും നന്ദി പറയുന്നു. അതുപോലെ തന്നെ നമ്മുടെ വകുപ്പിൻ്റെ ധനകാര്യമന്ത്രിയായ ശ്രീ KN ബാലഗോപാൽ അവർക്കും നന്ദി പറയുന്നു. കൂടാതെ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കമ്മീഷണറായ ശ്രീ അജിത് പട്ടേൽ IAS അവർക്കും ഈ അവസരത്തിൽ നന്ദി പറയുന്നു. അദ്ദേഹവും നമ്മുടെ സമന്വയറിന് വേണ്ടി ആശംസകൾ അറിയിച്ചിട്ടുണ്ട്. കൂടാതെ മറ്റ് ആശംസകൾ അറിയിച്ച നമ്മുടെ അഭിലാഷ് സാർ, ആദ്യത്തെ നമ്മുടെ സമന്വയയുടെ സംഘാടനത്തിന് ചുക്കാൻ പിടിച്ച അദ്ദേഹത്തെ ഒഴിവാക്കിയ ഒരു പരിപാടി നമുക്കില്ല. അദ്ദേഹത്തിനും പ്രത്യേകമായി നന്ദി പറയുന്നു. കൂടാതെ അടുത്തതായി നമ്മുടെ പ്രേം സാർ, അദ്ദേഹം നമ്മുടെ ഇടയിൽ പ്രേം സാർ എന്നല്ല പ്രേം സ്റ്റാർ എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിനും എൻ്റെ ഭാഷയിലും സമന്വയയുടെ പേരിലും ഹൃദയംഗമായി നന്ദി പറയുന്നു. കൂടാതെ ഇവിടെ നമ്മുടെ എല്ലാം മുൻഗാമികൾ, അവർക്ക് വേണ്ടി ഇവിടെ പ്രതിനിധിയായി വന്ന സേനൻ സാർ, അദ്ദേഹം 2010 സീനിയർ STI സെക്കൻഡ് സർക്കിളിൽ നിന്നും റിട്ടയർ ചെയ്തതാണ്. അദ്ദേഹത്തിനും ഇവിടെ ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. കൂടാതെ വ്യാപാരി സമൂഹത്തിൻ്റെ KTPAയുടെ സ്റ്റേറ്റ് കൗൺസിലറായി പ്രതിനിധിയായി പങ്കെടുത്ത ശ്രീ പ്രമോദ് അവർക്കും ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അതുകൂടാതെ വ്യാപാരി സമൂഹത്തിലെ ഒരുപാട് സുഹൃത്തുക്കൾ, ടാക്സ് പ്രാക്ടീഷണർമാർ, ഓഡിറ്റർമാർ, STPമാർ, നമ്മളെ സൗവനിയറിന് വേണ്ടി ഇൻ്റർവ്യൂ സംഘടിപ്പിച്ചപ്പോൾ അതിൽ പങ്കെടുത്ത എല്ലാവരും എന്നിവർക്കും ഞാൻ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. കൂടാതെ നമ്മുടെ പ്രിയപ്പെട്ട റിട്ടയർ ചെയ്ത അംഗങ്ങൾ, അവർക്കും അവരുടെ കൂടെ ഇവിടെ നിന്ന് എത്തിച്ചേർന്ന അവരുടെ കുടുംബാംഗങ്ങൾക്കും എൻ്റെ പേരിലും സമന്വയയുടെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. കൂടാതെ നികുതി കുടുംബത്തിലെ എല്ലാ ജീവനക്കാരും, അവരുടെ കുടുംബാംഗങ്ങളും, അതുപോലെ തന്നെ നമ്മുടെ ജില്ലയിൽ നിന്ന് അന്യ ജില്ലയിലേക്ക് മാറ്റം വാങ്ങിപ്പോയവർ അല്ലെങ്കിൽ മാറ്റപ്പെട്ടവർ, അവരും ഇവിടെ എത്തിച്ചേർന്ന അവരുടെ കുടുംബാംഗങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. കൂടാതെ ഈ ക്ലബ് 6 ഓഡിറ്റോറിയത്തിൻ്റെ ഉടമ, ഇതിൻ്റെ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ നടത്തിപ്പുകാർ എന്നിവർക്കും നമ്മളോട് വളരെയധികം സഹകരിച്ച് തലേ ദിവസം തന്നെ ഇത് നമ്മൾക്ക് റിഹേഴ്സലിന് മറ്റുമായി തന്നിരുന്നു. അവർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. കൂടാതെ ഇവിടെ LED വാൾ സംഘടിപ്പിച്ച ഡയമണ്ട് വീഡിയോസ്, അതുപോലെ തന്നെ സൗണ്ട് അറേഞ്ച് ചെയ്തു തന്ന റംല വോയിസസ്, സ്റ്റേജ് ഡെക്കറേഷൻ ചെയ്തു തന്ന തോമസ് മോഡൽസ് എന്ന സ്ഥാപനത്തിൻ്റെ ഉടമ, ഇവർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിലും സമന്വയയുടെ ഭാഷയിലും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. കൂടാതെ ഭക്ഷണം തയ്യാറാക്കി തന്ന ടീം, നമ്മൾ കഴിഞ്ഞ വർഷത്തെ പോലെ കാറ്ററിങ്ങിന് കൊടുക്കല്ലേ ഉണ്ടായത്, ഇവിടെ തന്നെ ഭക്ഷണം നമ്മൾ തയ്യാറാക്കുമായിരുന്നു നമ്മുടെ എല്ലാം മേൽനോട്ടത്തിൽ. അതിന് സഹകരിച്ച ഭക്ഷണം പാകം ചെയ്യാൻ വന്ന നമ്മുടെ പ്രധാനപ്പെട്ട കുക്കും അവരുടെ ടീമിനും എല്ലാം നന്ദി പറയുന്നു. അടുത്തായി നമ്മുടെ പരിപാടികൾ സംഘടിപ്പിക്കാനായി അഹോരാത്രം പണിയെടുത്ത കുറേ കമ്മിറ്റികളുണ്ട്. പ്രോഗ്രാം കമ്മിറ്റി കൺവീനേഴ്സ്, പ്രത്യേകിച്ച് വിദ്യ മേഡം, അതുപോലെ തന്നെ പ്രോഗ്രാം കമ്മിറ്റി അംഗങ്ങൾ, സ്പോർട്സ് കമ്മിറ്റി കൺവീനർ റഫീഖ് സാർ അവരുടെ അംഗങ്ങൾ, സീനിയർ കമ്മിറ്റി കൺവീനർ എഡിറ്ററുമായ ശ്രീ രവീന്ദ്രൻ സാറും അതിലെ അംഗങ്ങളും, അതുപോലെ തന്നെ ഫുഡ് കമ്മിറ്റി കൺവീനറായ ശ്രീ ഷിനു വൈദാസും അതിലെ അംഗങ്ങളും, കൂടാതെ പ്രധാനപ്പെട്ട നമ്മുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ആയ അംഗങ്ങളും എന്നിവർക്കും ഈ വേദിയിൽ ഈ അവസരത്തിൽ ഞാൻ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. ഇതുമാത്രമല്ലാതെ നമുക്ക് പുറമേ നിന്ന് സഹായം തന്ന, അതായത് സുവനിയറിനായി പരസ്യം തന്ന് സഹായിച്ചവർ, ഈ സുവനിയർ ഇറക്കാൻ വേണ്ടി ഉള്ള പ്രയത്നത്തിൽ നമ്മളെ വളരെയധികം മുന്നോട്ട് നയിക്കാൻ സഹായിച്ച അവർക്കും
സൂനിയറിന് വേണ്ടി അച്ചടി നിർവഹിച്ച ഇംപ്രഷൻ എന്ന പ്രസ്സിനും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അതുകൂടാതെ ഇന്ന് ഉച്ചയ്ക്ക് നടക്കാനിരിക്കുന്ന പരിപാടിയുടെ സംഘാടകരായ ഐബീം ക്രിയേഷൻസിനും അതിന് അംഗങ്ങൾക്കും, പ്രത്യേകിച്ച് ശ്രീനാഥും അവരുടെ ടീം അംഗങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഇന്ന് രാവിലെ പരിപാടി ആഘോഷങ്ങളുടെ തുടക്കം ഗംഭീരമാക്കിയ ചെണ്ടമേളം നടത്തിയ സുഹൃത്തുക്കൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. അവസാനമായി സമന്വയയുടെ പരിപാടികൾ വിജയമാക്കാൻ ഒപ്പം നിന്ന എല്ലാവർക്കും, വിട്ടുവേർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ സമന്വയയുടെ ഭാഷയിൽ നന്ദി പറയുന്നു. നമസ്കാരം. അങ്ങനെ ഇമ്പം 2024 ഇവിടെ കൊടിയേറിയിരിക്കുകയാണ്. നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന വൈവിധ്യമാർന്ന കലാപരിപാടികൾ ഈ വേദിയിൽ അരങ്ങേറാൻ പോകുന്നു. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾക്കും ഈ നിറഞ്ഞ സദസ്സിനും ഒരിക്കൽ കൂടി നന്ദി പ്രകാശിപ്പിക്കുന്നു. ഉദ്ഘാടന ചടങ്ങ് ഇതോടുകൂടി ഔദ്യോഗികമായി അവസാനിച്ചിരിക്കുന്നു.